ഹായ് നമസ്കാരം. ഞാൻ വിമൽ ശർമ്മ. ഞാൻ തമിഴ് മലയാളം ചിത്രമായ മൊരടൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. സന്തോഷത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ആഗ്രഹിച്ച് വന്നിട്ട് അതിലോട്ട് എത്തുമ്പോൾ ഒരു ഒരു എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ ആ ഒരു സംഭവം. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. പിന്നെ ഈ പടം ഡയറക്ടർ കുഞ്ഞുമോൻ താഹയുടെ പടമാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിലോട്ട് എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഷോർട്ട് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത ഗോമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് മൂവി വഴിയാണ് ഇദ്ദേഹത്തിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ താടിയും മുടിയൊന്നും കട്ട് ചെയ്യണ്ട, നമ്മൾ സിനിമ എപ്പോഴെങ്കിലും തുടങ്ങും. അങ്ങനെ പറഞ്ഞത്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം കണ്ടാണത് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഡിസംബറായി, ഇപ്പോഴാണ് ആ പടം തീർന്നത്. പിന്നെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാസ്റ്റിങ് കൈലാഷ് ഉണ്ട്, പിന്നെ തമ്പി ആന്റണി സാറ്, ശോഭിത്തിരൻ സാറ്, പിന്നെ നായികയായിട്ട് മീര നായർ, സ്നേഹ, രാജി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. കുറേയൊക്കെ പുതുമുഖങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെങ്കാശി, തമിഴ്നാട്, ആര്യൻകാവ്, വർക്കല, ട്രിവാൻഡ്രം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഈ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ സ്ക്രിപ്റ്റിലുള്ള കാര്യം തന്നെയായിരിക്കാം നമ്മൾ ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കുന്നത്. പക്ഷേ ഈ സീനിയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഒരു പ്രത്യേക സാധനം, അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ആ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന പോലെയല്ല, അവരുടേതായ രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ ഒരു ചെറിയൊരു സീൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു റോഡിലുള്ളൊരു സീനാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. അപ്പോൾ അവിടെ ഷോട്ട് ചിലപ്പോൾ കട്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റക്കായപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ശോഭിത്തിലൻ സാറായിരുന്നു. സാറ് പറയാണ്, ആ ആ കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട്, 2 ഡയലോഗും കൂടെ പുള്ളി പറഞ്ഞിട്ട്, അപ്പോൾ ഞാനത് കവറപ്പ് ചെയ്തു. അപ്പോൾ പുള്ളിയായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര. പിന്നെ നമ്മുടെ ബാബു ആന്റണി സാറാണ് സാധാരണ ആക്ഷൻ സ്റ്റാർ എന്ന് പറയുന്നത്. പുള്ളിയുടെ ചേട്ടനാണ് തമ്പി ആന്റണി സാറ്. പുള്ളിയായിട്ടൊക്കെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ സ്റ്റണ്ട് മാസ്റ്റർ അഷ്റഫ് ഗുരുക്കൽ, അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളിയുടെ എനിക്കൊന്ന് നോർമൽ ലൈഫിൽ തന്നെ ഫുള്ളി ആക്ഷൻ പോലെയാണ് പുള്ളിയുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്ഷൻ, ഒരു ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ ഈ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കൂ, കുഴപ്പമില്ല, ചവിട്ടിക്കോ, നെഞ്ചത്ത് ചവിട്ടിക്കോ എന്നൊക്കെ പുള്ളി പറയണേ. അപ്പോൾ അതുപോലെയൊക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രൂ ആയിരുന്നു എല്ലാവരും, എ ടു സെഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടു സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ടു താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറമാനെ കുറിച്ച് പറയണ്ടല്ലോ, സുനിൽ പ്രേമാണ്. നമ്മുടെ സുരഭിക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞ ആ സിനിമയുടെ ക്യാമറമാനാണ് സുനിൽ പ്രേം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. 5-6 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ സിനിമയിലോട്ട് എത്താൻ കാരണം തന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് ദീപക് പുതുമന എന്ന് പറഞ്ഞ സംവിധായകനാണ്, അവനാണ് അത് ചെയ്തത്. അവനാണ് ഇവിടെ എത്താൻ കാരണം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അതിൽ നിന്നും പിന്നെ വേറൊരു ഷാജി ഭജനൻ എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പോസറുണ്ട്. അദ്ദേഹം ഈ ഷോർട്ട് മൂവി കാണുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡയറക്ടറിലോട്ട് എത്തുന്നു. ഡയറക്ടർ പിന്നെ അദ്ദേഹത്തെ വിളിച്ച് പറയണു, ഇങ്ങനെ ഒരു സംഭവം കൊള്ളാം, അവൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ താടിയും മുടിയും എടുക്കണ്ട, നമ്മൾ എപ്പോഴെങ്കിലും സിനിമ ചെയ്യും. അങ്ങനെ ഒരു സാധനത്തിലാണ് നിന്നത്. പക്ഷേ ഷോർട്ട് മൂവിയും സിനിമയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഈ ഷോർട്ട് മൂവി എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡയറക്ടറുടെ വ്യത്യാസങ്ങളായിരിക്കാം. എന്ന് വെച്ചാൽ ഷോർട്ട് മൂവി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ചില ഇതൊക്കെ ഇങ്ങനെ ആവശ്യം പോലെ എടുത്തിടും. ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ഒന്നും വേണ്ട, അവർ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനം കറക്റ്റായിട്ട് പറയും അവിടെ, ഓക്കെ ഇത് മതി. മറ്റേ നമ്മൾ അഡീഷണൽ ആയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഇടുന്നുണ്ട്.
അങ്ങനെയും ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് ഉണ്ട്. എന്നുവെച്ചാൽ ഓരോരുത്തരും ഓരോരോ രീതിയാണല്ലോ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ നല്ല ഡയറക്റ്റിംഗ് ആയിരുന്നു ഈ മൊരടൻ സിനിമയുടെ. ഈ മൊരടൻ എന്ന് പറയുന്നത് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡയറക്ടർ 4 വർഷം മുന്നെയാണ് ഈ ഈ പടത്തെക്കുറിച്ച് ആലോചിച്ചതും ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തതും. അന്ന് സോങ്സൊക്കെ ചെയ്തു വെച്ചു. എനിക്കത് 2020-ലാണ്. അന്ന് ഒരു പ്രമുഖ നടനെ വെച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് കൊറോണയൊക്കെ ആയതുകൊണ്ട് അത് സ്റ്റക്കായിപ്പോയി, പടം നിന്നുപോയി. പിന്നീട് 4 വർഷത്തിന് ശേഷമാണ് ഈ അപ്പോഴൊന്നും ഈ അപ്പം എനിക്ക് തോന്നുന്നു അതിന് മുന്നേ തന്നെ പുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ മൊരടൻ എന്നുള്ളത്. ഓക്കെ, അപ്പം എനിക്കതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ഈ പടം പൂർത്തിയായപ്പോൾ മനസ്സിലായി അദ്ദേഹം ആപ്റ്റായിട്ടുള്ള പേര് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. സാധാരണ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു എൻജോയ്മെൻ്റ് അവിടെ ഫീൽ ചെയ്യുള്ളൂ. അതുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അപ്പോൾ പിന്നെന്താ പറയുക, പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ പടത്തെക്കുറിച്ച്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം പടം കേട്ടോ. കാരണം ഈ അടുത്ത് തന്നെ ഉണ്ടാവും റിലീസ് ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അയ്യോ, ഇതിനകത്ത് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട്. പിന്നെ ഷാജി ഭജനമഠം കമ്പോസ് ചെയ്തേക്കുന്ന വേറൊരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. പിന്നെ അന്തോണിദാസിൻ്റെ ഒരു തമിഴ് ഡപ്പാങ്കുത്ത് സോങ് ഉണ്ട്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ശിവ എന്നാണ്. കൂടുതലായിട്ടൊന്നും പറയില്ല ഞാൻ, കാരണം അങ്ങനെയാണ്. 2 ഗെറ്റപ്പിലാണ് എന്ന് മാത്രം ഞാൻ പറയാം. ഈ കാണുന്ന ഞാനായിരിക്കില്ല സ്ക്രീനിൽ, അങ്ങനെയാണ്. പിന്നെ വളരെ സന്തോഷം, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മൊരടൻ കാണുക കേട്ടോ. താങ്ക് യു.